വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ലൈംഗികാതിക്രമ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംവിധായകൻ രഞ്ജിത്തിനെ കൊച്ചിയിലെത്തിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രഞ്ജിത്തിന്റെ വൈദ്യ പരിശോധന പൂർത്തിയായി. വിവരങ്ങളുമായി KJ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ലൈംഗിക അതിക്രമ കേസിൽ കസ്റ്റഡിയിലെടുത്ത സംവിധായകനെയാണ് ഇപ്പോൾ കൊച്ചിയിലെത്തിച്ചിരിക്കുന്നത്. ഇയാളുടെ ആരോഗ്യനിലയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? എപ്പോഴാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമായ ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്നും സമീപത്തെ നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. ഇന്നലെ രാത്രിയോടെയായിരുന്നു അദ്ദേഹത്തെ കൊച്ചിയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൊടുപുഴയിൽ നിന്നും ഇന്നലെ പിടികൂടിയിരുന്നു. അതിനുശേഷം കൊച്ചിയിലെ ജനറൽ ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയനായപ്പോഴായിരുന്നു രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ ECGയിൽ വേരിയേഷനും വ്യതിയാനങ്ങളും കാണിച്ചത്. ആ പശ്ചാത്തലത്തിലായിരുന്നു ഇത്രയും സമയം അല്പസമയം മുൻപ് വരെ അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് സമീപത്തെ വനിതാ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ആ വനിതാ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജനുവരി 9 ഇദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ യുവനടിയെ കാരവാനിലേക്ക് വിളിച്ച് അദ്ദേഹം കയറി പിടിക്കുകയും പിന്നെ തുടർന്നുള്ള സംഭവങ്ങളുമെല്ലാം ഉണ്ടായിരിക്കുന്നത്. അന്ന് തന്നെ ആ യുവനടി അവിടെ സിനിമയിലെ ആഭ്യന്തര കമ്മിറ്റിക്ക് പരാതി നൽകിയെങ്കിലും ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറായില്ല. ആ പശ്ചാത്തലത്തിലാണ് യുവതി DGPക്ക് പരാതി നൽകിയിരുന്നു. 28 DGPക്ക് പരാതി നൽകുന്നു. DGP അത് ഈ സംഭവ സ്ഥലമായ കൊച്ചിയിലേക്ക് കൈമാറുന്നു. ആ കൈമാറിയ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാണ് ഇന്നലെ തൊടുപുഴയിൽ വെച്ച് ഈ സംവിധായകനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിനെതിരെ മുൻപും ഇത്തരത്തിലുള്ള പല കേസുകളും ഉള്ളതായി നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഒരു ബംഗാളി നടിയുടെ പരാതിയിൽ ഇദ്ദേഹം അന്ന് വലിയ രീതിയിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നു. ഇത് 3ാമത്തെ പരാതിയാണ് രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഈ പരാതിയിൽ കൃത്യമായി തന്നെ അതിവേഗത്തിൽ DGPക്ക് പരാതി ലഭിക്കുന്നു. പരാതി ലഭിച്ച ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തെ പിടികൂടി കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോഴാണ് തുടർ നടപടികൾ ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ ഈ പോലീസ് സ്റ്റേഷനിലെത്തിക്കും. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ പ്രധാനപ്പെട്ട 4 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: BNS 75 മാനഭംഗം, അതോടൊപ്പം തന്നെ BNS 71 ലൈംഗിക അതിക്രമം, BNS 79 അശ്ലീലാംഗ്യം കാണിക്കുക, വാക്കുകൾ വ്യക്തിയെ അധിക്ഷേപിക്കുക, നിയമവിരുദ്ധമായി തടഞ്ഞു വയ്ക്കുക. അങ്ങനെ ഈ വകുപ്പുകൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ വീണ്ടും 3ാമത്തെ കേസിൽ ഇദ്ദേഹം അദ്ദേഹം എന്തായാലും റിമാൻഡിലാകാനുള്ള, ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും വലിയ വിവാദം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖലയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ തുടർ നടപടികളുമായി അതിവേഗം തന്നെ പോലീസ് പോകുന്നത്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ ഇതിൽ എന്ത് വിവാദമുണ്ടായാലും സർക്കാരിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ അതിവേഗം കൃത്യമായി തന്നെ സ്ത്രീപക്ഷത്ത് നിന്നുള്ള ഒരു നിലപാടെടുത്ത് അതിവേഗം കേസുമായി മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്തിനെ അല്പസമയത്തിനകം തന്നെ നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. ശരി, വ്യക്തമാണ്. ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംവിധായകൻ രഞ്ജിത്തിനെ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രഞ്ജിത്തിന്റെ വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KJ ശ്രീജിത്താണ്.